ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മുദ്രയാണ് ആകാശ് മുദ്ര. നമ്മളിതിന് മുന്നേ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുദ്രകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മൂന്നാമത്തെ മുദ്രയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മുദ്രയാണ് ആകാശ് മുദ്ര. ഇത് ശൂന്യമുദ്ര എന്നും പറയും കേട്ടോ. ഇതിന് വേറൊരു പേരാണ് ശൂന്യമുദ്ര. അപ്പോൾ നമ്മുടെ നടുവിരലും തള്ളവിരലിൻ്റെ അഗ്രം ഈ ചിത്രത്തിൽ കാണുന്ന കണ്ടില്ലേ, അതിങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പം അങ്ങനെ ഉള്ള മുദ്രയാണ് ആകാശ് മുദ്ര എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മുടെ നടുവിരൽ ആകാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജ്യോതിശാസ്ത്ര പ്രകാരം നമ്മുടെ ശനിഗ്രഹത്തെ ഇത് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും അഗ്രങ്ങൾ ചേർത്ത് വെച്ച് മറ്റ് വിരലുകളെല്ലാം നിവർത്തിപ്പിടിക്കുക, അതാണ് ആകാശ് മുദ്ര. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആകാശവും അഗ്നിയും ചേർത്ത് വയ്ക്കുമ്പോൾ എല്ലാവിധ കേൾവി പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. കേൾവിശക്തി വർദ്ധിക്കാനും ചെവി സംബന്ധമായ അവയവങ്ങളുടെ ശക്തി വർദ്ധിക്കാനും ഈ ഒരു മുദ്ര ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന ഒലിപ്പൊക്കെ ഇല്ലേ, അതിനൊക്കെ മാറാനും പിന്നെ ചെവി മൂളിച്ച അതൊക്കെ കുറയാനും ഈ ആകാശ് മുദ്ര നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ നടുവിരൽ ആകാശത്തിനെയാണ്, സ്പേസിനെയാണ് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയ വിശാലത മീൻസ് നമുക്ക് അത്രയും എന്താ പറയുക, നമ്മുടെ മനസ്സ് ആകാശം പോലെ അത്രയും വിസ്തൃതമാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മുദ്രയാണ് ആകാശ് മുദ്ര. അതായത് മറ്റുള്ളവരുടെ അടുത്തുള്ള അസൂയയും കുശുമ്പും ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. അതെല്ലാം ഈ ഒരു മുദ്ര എടുത്തു മാറ്റിക്കളയും എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് നമ്മുടെ നടുവിരൽ ഹൃദയചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ രക്തസമ്മർദ്ദം, അതിനൊക്കെ ഇത് ഏകദേശം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുദ്രയാണ്. നമ്മൾ ഹൃദയപ്രവർത്തനം നല്ല സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുദ്ര നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വിശാല ഹൃദയരാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ അടുത്തുള്ള അസൂയയും കുശുമ്പും വിദ്വേഷവും പകയും അതെല്ലാം ഈ ഒരു മുദ്ര നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ച് നീക്കും. പിന്നെ കാൽസ്യത്തിൻ്റെ കുറവിന് ഇല്ലായ്മ ചെയ്യുന്ന കാരണം ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗത്തിന് ഒരു അത്യുത്തമമാണ് ഈ ഒരു മുദ്ര. അതുപോലെ തന്നെ ആർത്തവം നിലയ്ക്കുന്ന സ്ത്രീകളിലെ ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗം ധാരാളം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഈ മുദ്ര ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈവൻ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ മുദ്ര വെച്ച് കിടക്കാം. അതുപോലെ TV കാണുമ്പോൾ ചെയ്യാൻ പറ്റും, ബസ് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നോ, നമുക്ക് എപ്പോഴൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നോ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മുദ്ര നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെ മാറ്റം ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ നമുക്ക് മാറ്റം അറിയാൻ പറ്റില്ല. കുറേ മാസം 2-3 മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നേരിയ വ്യത്യാസമെങ്കിലും അറിയാൻ പറ്റുക. നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. അത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. അതുപോലെ തന്നെ ശനിയുടെ അപഹാരത്തിന് പ്രതിവിധിയായിട്ട് ഈ മുദ്ര ഉപദേശിക്കാറുണ്ട് കേട്ടോ, ജ്യോതിശാസ്ത്രത്തിലൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ആജ്ഞാചക്രം, ആജ്ഞാചക്രത്തിൽ ഈ മുദ്ര സ്പന്ദനം സൃഷ്ടിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ. അപ്പം അതിൻ്റെ ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു മുദ്ര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഈ മുദ്രയിൽ നമുക്കിരിക്കാം. നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു മുദ്ര വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചെവി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ചെവി കൂവി വിളിക്കുക, ചെവി ഒലിക്കുക, പിന്നെ ശ്രവണ ഈ കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക, അതൊക്കെ നമുക്ക് എന്താ പറയുക, അതൊക്കെ ഈ ഒരു മുദ്ര മാറ്റിത്തരുന്നതാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഓസ്റ്റിയോപെറോസിസ് മാറ്റിത്തരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് കുറച്ച് എന്താ പറയുക, മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മുദ്രയാണ് ഇത്. അതായത് നമ്മളിപ്പോൾ പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ട്, വിദ്യാർത്ഥികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണിത്. മെമ്മറി പവർ നന്നായിട്ട് കൂടും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മുദ്രയും കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് 2-3 മാസം അടുപ്പിച്ച് ചെയ്യുക. ഒരു ദിവസം ഒരു 15 മിനിറ്റ്, രാവിലെ ഒരു 15 മിനിറ്റ് ചെയ്യുക, അതുപോലെ വൈകുന്നേരം ഒരു 15 മിനിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ ആകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അപ്പം അടുത്തൊരു മുദ്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.